ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 75ാമത്തെ പേജിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, രജനി ഹാസ് 3 necklace and 3 pairs of earrings of green, blue and red stone. In what all different way can she wear them? What is the probability of her wearing the necklace and earring of the same color of different colors? Okay, ഇതാണ് ക്വസ്റ്റ്യൻ. രജനിക്ക് 3 കല്ലുമാലയും 3 കമ്മലുമുണ്ട്. എങ്ങനത്തെയൊക്കെയാണ്? പച്ചക്കല്ല്, നീലക്കല്ല്, ചുവന്ന കല്ല്, ഇങ്ങനെ വ്യത്യസ്തമായ 3 കല്ലുമാലയും 3 കമ്മലുമുണ്ട്. ഇൻ വാട്ട് ഓൾ ഡിഫറെന്റ് വേസ് ക്യാൻ ഷീ വിയർ ദം? ഏതൊക്കെ രീതിയിൽ അവർക്ക് രജനിക്ക് ഇത് ധരിക്കാൻ പറ്റും? ഓക്കെ, നോക്ക്, നമ്മുടെ മാല, കമ്മൽ, ഗ്രീൻ എന്നുള്ളതിന് G, ബ്ലൂ B, റെഡ് R, അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. മാല 3 എണ്ണമാണുള്ളത്, കമ്മലോ 3 എണ്ണമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ രജനിക്ക് ഇത് ധരിക്കാം എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ടോട്ടലാണ് ആ സംഖ്യ. ആകെ എത്ര രീതി ധരിക്കാം? ആകെ അല്ലെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര പോസിബിൾ വേസ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ പറഞ്ഞു? ഇപ്പൊ ഒരു എളുപ്പമാർഗം പറഞ്ഞു. ഇവിടെ എത്രയുണ്ടോ ഇവിടെ എത്രയുണ്ടോ ആ 2 എണ്ണങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ നിങ്ങൾക്ക് അത്രയും രീതിയിൽ നിങ്ങൾക്ക് അത് ധരിക്കാം. അപ്പൊ ഇവിടെ 3, ഇവിടെ 3, 3 ഗുണിക്കണം 3, 9. 9 രീതിയിൽ നിങ്ങൾക്ക് ഇത് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഓക്കെ, അതെങ്ങനെയൊക്കെയാന്ന് നമുക്ക് നോക്കാം. ആദ്യം രജനി ഗ്രീൻ നെക്ലസ്, മാല ഉപയോഗിച്ചു. ഈ ഗ്രീന്റെ കൂടെ ഗ്രീൻ കമ്മൽ ഉപയോഗിച്ചു. ഓക്കെ, ഇനി തെറ്റാതെ തന്നെ എടുക്കണം. ഈ ഗ്രീന്റെ കൂടെ പിന്നെ ബ്ലൂ എടുത്ത്, ഗ്രീൻ ബ്ലൂ. ഇനി ഈ ഗ്രീന്റെ കൂടെ റെഡ് എടുത്തു, ഗ്രീൻ റെഡ്. ഇനി ഈ ഗ്രീന്റെ കൂടെ ഇവിടെ വേറെ കളർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഗ്രീൻ അങ്ങ് മാറ്റി. ഓക്കെ, നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ഒന്ന് എഴുതി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീനും റെഡും ആദ്യം എടുത്തു, റെഡും ബ്ലൂ ഗ്രീനും എടുത്തു എന്നൊക്കെ എടുത്തിയാൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്തും തുടങ്ങി ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത അവര് ബ്ലൂ എടുത്തു, ബ്ലൂവും ഗ്രീനും എടുത്തു. ഇനി ബ്ലൂ എടുത്ത്, ഇനി ബ്ലൂവും റെഡും എടുത്ത്. അപ്പൊ ബ്ലൂവും റെഡും വരെയല്ലേ ഇനി എടുക്കാനുള്ള? വേറെ ഉണ്ടോ? ഇല്ല. ഇനി അടുത്ത റെഡ് മാലയും ഗ്രീൻ കമ്മലും, RG, റെഡും ബ്ലൂവും RB, റെഡും റെഡും. അപ്പൊ ആകെ ഇത്രയും രീതിയിൽ മാത്രമാണ് അവർക്ക് മാലയും കമ്മലും ഉപയോഗിക്കാൻ പറ്റുന്നത്. എത്ര രീതിയാണ് നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ചു? 9 രീതിയിൽ നിന്ന്. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ നമുക്ക് ആകെ ടോട്ടൽ പോസിബിൾ വേസ്, ആകെ ആ മാലയും കമ്മലും ധരിക്കാനുള്ള എത്ര രീതിയാണ്? 9. അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടി 9. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം ഇതാണ്, what is the probability of her wearing the necklace and earrings of the same color? ഒരേ കളറുള്ള മാലയും കമ്മലും ധരിക്കാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരേ മാലയും കമ്മലും അല്ലേ, അത് എവിടൊക്കെ വരുന്നു നിങ്ങൾ നോക്കുക. നോക്ക്, ഇവിടെ കമ്മലും മാലയും ഒന്ന് തന്നെ, ഒരേ കളറല്ലേ. ഇവിടല്ല, 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 ഇവിടെയാണ്. ഇവിടല്ല, 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 ഇവിടെയാണ്. അപ്പൊ 1, 2, 3. കമ്മലിന്റെയും മാലയുടെയും നിറം ഒരേ രീതിയിൽ വരുന്നത് പോലെ എത്ര തവണ ധരിക്കാം? 1, 2, 3. ഓക്കെ, അപ്പൊ എഴുതുക, നിങ്ങൾ എഴുതുക. വേസ് ഓഫ് വിയറിംഗ് ദ നെക്ലസ് ആൻഡ് ഇയറിംഗ് ഓഫ് ദി സെയിം കളർ. ഒരേ കളറുള്ള മാലയും കമ്മലും
മാലയും കമ്മലും ധരിക്കാൻ പറ്റുന്ന എണ്ണം സമം 3. അങ്ങനെ 3 എഴുതുക. അങ്ങനെയാണെങ്കിൽ അവരോട് നമ്മളോട് ചോദിച്ച് ഇതിന്റെ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞു. ഓഫ് her wearing the necklace and earrings of the same color. ഒരേ കളർ മാലയും കമ്മലും ധരിക്കാനുള്ള സാധ്യത സമം. അപ്പൊ എങ്ങനെയാ ഒരേ കളർ വരുന്നത് എത്രയാ? 1, 2, 3 അല്ലേ? 3 ഭാഗം ആകെ എത്രയാ? 9 അല്ലേ? 9. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/3. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓഫ് ഡിഫറെന്റ് കളർ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹർ വിയറിംഗ് ദ നെക്ലസ് ആൻഡ് ഇയറിംഗ്സ് ഓഫ് ഡിഫറെന്റ് കളർ? അതായത് നെക്ലസും കമ്മലും വ്യത്യസ്ത രീതിയിൽ, അതായത് ഒരേ കളർ പാടില്ല, വ്യത്യസ്ത കളർ വരുന്ന രീതിയിൽ ധരിക്കുന്നതിന്റെ പ്രോബബിലിറ്റി അത് കണ്ടുപിടിക്കാൻ. അപ്പം വ്യത്യസ്ത രീതിയിൽ വരുന്നത് എത്രയാണ്? ഏതൊക്കെയാണ്? ഇത് ഗ്രീൻ, ഇത് ബ്ലൂ. വ്യത്യസ്തമല്ലേ? ഡിഫറെന്റ് അല്ലേ? 1. ഇതും ഡിഫറെന്റ് 2, 3, 4, 5, 6. 6 തവണ 6 തവണ രജനിക്ക് വ്യത്യസ്തമായിട്ട്, അതായത് കമ്മലിന്റെയും മാലയുടെയും കളർ വ്യത്യസ്തമായി വരുന്ന രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ വ്യത്യസ്ത രീതിയിൽ വരുന്നതിന്റെ എണ്ണം 6. അതിന്റെ പ്രോബബിലിറ്റി കാണണമെങ്കിൽ 6/9. 6/9 ആണ് അതിന്റെ പ്രോബബിലിറ്റി. നമുക്കിത് ചെറുതാക്കാം. മുകളിലും താഴെയും 3 വെച്ച് ഹരിച്ച 2/3 ആണ് പ്രോബബിലിറ്റി ഓഫ് വെയറിംഗ് ദ നെക്ലേസ് ആൻഡ് ഇയറിംഗ്സ് ഓഫ് ഡിഫറെന്റ് കളർ. വ്യത്യസ്ത കളറുള്ള കമ്മലും മാലയും ധരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 2/3. ഓക്കെ. അടുത്തത് 75ാമത്തെ പേജിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. A box contains 4 slips numbered 1, 2, 3, 4 and another box contains 2 slips numbered 1, 2. If one slip is taken from each, what is the probability of the sum of the numbers being odd? What is the probability of the sum being even? അപ്പൊ അവര് നമ്മളോട് പറഞ്ഞു 1, 2, 3, 4 ആണ് ഒന്നാമത്തെ ബോക്സ് B1. ഓക്കെ. B2 എത്രയാണ്? 1, 2 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞു 2ൽ നിന്നും ഓരോ സ്ലിപ്പ് നിങ്ങൾ എടുക്കുക. ഇതിൽ നിന്നും എടുക്കുക, ഇതിൽ നിന്നും എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ കിട്ടാവുന്ന ജോഡികൾ അഥവാ പോസിബിൾ പെയർസ്, നമുക്ക് പറ്റുന്ന അത്ര പെയർസ് ഏതൊക്കെയാ? 1, 1, 1, 2, 2, 1, 2, 2, 3, 1, 3, 2, 4, 1, 4, 2 ആണല്ലോ. അതായത് എത്ര എണ്ണമാണ് നമുക്ക് കിട്ടാവുന്ന ജോഡികളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് പോസിബിൾ വേസ് എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? നോക്ക്, 1, 2, 3, 4, 5, 6, 7, 8. നമ്മൾ ഇപ്പം പഠിച്ചു. ഇങ്ങനെ എഴുതാതെ തന്നെ നമുക്ക് എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? ഇവിടെ എത്രയാ? 4. ഇവിടെ എത്രയാ? 2. 4 ഗുണിക്കണം 2 എത്രയാ? 4, 2, 8. കണ്ടോ? അപ്പൊ നമ്മൾ എഴുതിയേക്കുന്നത് കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ആകെ കിട്ടാവുന്ന ജോഡികളുടെ എണ്ണം, ടോട്ടൽ പോസിബിൾ വേസ് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് അവർ ചോദിച്ചേക്കുന്ന ഇതാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദി സം ഓഫ് നമ്പേഴ്സ് ബീയിങ് ഓഡ്? അതായത് നോക്ക്, ഇവിടെ ഈ ഒരൊറ്റ ജോഡി പെയറില്, ഒരു ജോഡിയിൽ 2 നമ്പർ ഇല്ലേ, ആ നമ്പറുകളുടെ തുക ഓഡ് ആവണം. ഈ 2 സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ ആവുന്നതിന്റെ പ്രോബബിലിറ്റി ആവാനുള്ള സാധ്യത കണ്ടുപിടിക്കാൻ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തുക ഒറ്റ സംഖ്യ ആവുന്ന ജോഡികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, 1, 2 ഒറ്റ സംഖ്യ അല്ല. 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? 3. അത് ഒറ്റ സംഖ്യ. അപ്പൊ ആ ജോഡി നമ്മൾ എടുത്തു. 2ഉം 1ഉം, അതും 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3. അത് ഒറ്റ സംഖ്യയാണ് വരുന്നത്. തുക ഒറ്റ സംഖ്യയാണല്ലോ. അപ്പൊ അതെടുത്തു.
2ന്റെ കൂടെ 2 കൂട്ടിയാൽ 4. അത് ഒറ്റ സംഖ്യയാണോ? അല്ല, ഇരട്ട സംഖ്യ, ഈവൻ നമ്പർ. അപ്പൊ ഇത് വേണ്ട. 3ന്റെ കൂടെ 1 കൂട്ടിയാൽ 4, അതുമല്ല. 3ന്റെ കൂടെ 2 കൂട്ടിയാൽ 5, ഒറ്റ സംഖ്യ, ഓഡ് നമ്പർ. അപ്പൊ നമുക്ക് അത് എടുക്കാം. 3, 2. 4ന്റെ കൂടെ 1 കൂട്ടിയാൽ 5, അത് ഒറ്റ സംഖ്യ, എടുക്കാം. 4, 2 അല്ല. അപ്പൊ എത്ര ജോഡികൾ എടുക്കാൻ പറ്റും? സം ഓഡ് നമ്പർ വരുന്ന രീതിയിൽ, തുക ഒറ്റ സംഖ്യ വരുന്ന രീതിയിൽ എത്ര ജോഡികൾ, എത്ര പേഴ്സ് എടുക്കാം? 1, 2, 3, 4. അങ്ങനെയാണെങ്കിൽ അതിന്റെ എണ്ണം എന്ന് പറയുന്നത് 4. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ദ സം ഓഫ് നമ്പേഴ്സ് ബീയിങ് ഓഡ്, അഥവാ തുക ഒറ്റ സംഖ്യ വരാനുള്ള സാധ്യത സമം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 4 എണ്ണം അല്ലേ അങ്ങനത്തത്? 4 ഭാഗം ആകെ എത്ര ഉള്ളത്? 8. 4 ഭാഗം 8. ഇതാണ് തുക ഒറ്റ സംഖ്യ വരാനുള്ളതിന്റെ സാധ്യത. പ്രോബബിലിറ്റി ഓഫ് ദി സം ഓഫ് നമ്പേഴ്സ് ബീയിങ് ഓഡ്. അതിനുള്ള ആൻസർ ഇതാണ്. ഇത് നമുക്ക് ഷോർട്ട് ആക്കാം, 1/2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ സം ബീയിങ് ഈവൻ? അതായത് ഈ നമ്പറുകളുടെ തുക ഈവൻ നമ്പർ, സം ഈവൻ, തുക ഇരട്ട സംഖ്യ വരുന്നതിന്റെ പ്രോബബിലിറ്റി. അങ്ങനെ തുക ഇരട്ട സംഖ്യ വരുന്ന ജോഡികൾ ഏതൊക്കെയാണ്? 1, 1, 2. അത് ഇരട്ട സംഖ്യ, ഈവൻ നമ്പർ അല്ലേ? 1ന്റെ കൂടെ 2 കൂട്ടിയാൽ 3, അത് ഈവൻ നമ്പർ അല്ല. 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3, ഈവൻ അല്ല. 2ന്റെ കൂടെ 2 കൂട്ടിയാൽ 4, ഈവൻ ആണ്. അപ്പൊ അത് എഴുതാം. 3ന്റെ കൂടെ 1 കൂട്ടിയാൽ 4. ഈ 2 സംഖ്യകൾ കൂട്ടുമ്പോൾ ഇരട്ട സംഖ്യകൾ, ഈവൻ നമ്പർ വരുന്നതാണ് നമ്മൾ ഇനി എഴുതേണ്ടത്. 3ന്റെ കൂടെ 2 കൂട്ടിയാൽ 5, അപ്പൊ അത് ഈവൻ അല്ല. 4ന്റെ കൂടെ 1 കൂട്ടിയാൽ 5, അത് വേണ്ട. 4ന്റെ കൂടെ 2 കൂട്ടിയാൽ 6, അത് ഈവൻ നമ്പർ ആണ്. അപ്പൊ ആ സംഖ്യ എടുത്തു. അപ്പൊ തുക ഇരട്ട സംഖ്യകൾ വരുന്ന ജോഡികൾ മുഴുവൻ നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ എണ്ണം നോക്കിയേ. അതിന്റെ എണ്ണം എത്രയാണ്? 1, 2, 3, 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ദി സം ബീയിങ് ഈവൻ, അഥവാ തുക ഇരട്ട സംഖ്യ വരാനുള്ള ഇരട്ട സംഖ്യ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? 4 എണ്ണം അല്ലേ ഉള്ളത്? അപ്പൊ 4 ഡിവൈഡഡ് ബൈ ആകെ എത്രയാണുള്ളത്? 8. ഓക്കെ, അപ്പൊ ഇത് ചെറുതാക്കിയ 1/2. ഇതാണ് പ്രോബബിലിറ്റി അഥവാ സാധ്യത. ഓക്കെ.